രാവിലെ ഞാൻ ഫേസ്ബുക്കിലൊരു വാർത്ത കണ്ടായിരുന്നു. ആ വാർത്ത വേറൊന്നുമല്ല, ശാസ്താംകോട്ടയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. ഏതോ ഒരു തെരുവ് നായയെ കൊന്നു എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഈ തെരുവ് നായയും ഒരു സബ്ജക്റ്റായിരുന്നു. പണ്ടൊന്നും അങ്ങനെ പറയില്ലായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായി നൽകുന്നത് തെരുവ് നായയെ ശല്യം ഒഴിവാക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തുകാർ അത് ഒഴിവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ ഈ പട്ടിയെ തല്ലിക്കൊന്ന വാർത്ത നോക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ ഷെഫീന ഒരു പേപ്പട്ടിയെ തല്ലിക്കൊന്നു. ഉറപ്പായും അവൾക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പൊതുവിൽ അവൾക്കൊപ്പമായ കാലമായതുകൊണ്ട് എവൾക്കൊപ്പം ആരെങ്കിലും നിൽക്കുമോ എന്നെനിക്കറിയില്ല. പേപ്പട്ടി മതത്തിൽ ജനിച്ച് ഏതാണ്ട് സമാനമായ സ്വഭാവത്തിലാണ് സ്വയം ജീവിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച് അതിൽ തന്നെ ജീവിച്ച് പോരുന്ന ആരിഫ് എന്ന് പറയുന്ന അരിപ്പുവിനെയാണ് ഈ ഷെഫീന അടിച്ചടിച്ച് കൊന്നത്. ആ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സംഗതി വേറൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരിപ്പു ഇട്ട ഒരു പോസ്റ്റ് നമ്മുടെ കർമ്മയൊക്കെ എടുത്ത് അങ്ങോട്ട് വീശിയായിരുന്നു. കീഴൊതുങ്ങലാണ് ഇസ്ലാം, സ്വന്തം വാപ്പ മരിച്ചാൽ പോലും വീട്ടിൽ പോകാൻ ഭർത്താവിൻ്റെ അനുവാദം വേണം എന്നൊക്കെ തുടങ്ങി അതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെയാണ് ഇസ്ലാം മതത്തിനെ പേപ്പട്ടി മതം എന്ന് വിശേഷിപ്പിച്ച് ഒരു വീഡിയോ ഒക്കെ ഇട്ടത്. എൻ്റെ പൊന്നോ, ഒരു ശത്രുവിനെ പോലും ഷെഫീന ഇങ്ങനെ ചെയ്യരുത്. പണ്ടൊക്കെ ഷെഫീന ഇസ്ലാമിനെയും ബാക്കിയുള്ളവരെയും ഒക്കെ പറയുമായിരുന്നെങ്കിലും നമ്മൾ ഈ ചിലരുടെ ദിവസമാണെന്ന് പറയുന്നത് പോലെ തല്ലി കൊന്ന് തരിപ്പണമാക്കി കളഞ്ഞു ഷെഫീന. ആരിഫ് KU എന്നെ മോനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആണായ സ്വന്തം പാപ്പ മരിച്ചാലും ഭർത്താവ് അനുവദിച്ചാൽ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാനുള്ള അനുവാദമുള്ളൂ. പിന്നെയാണ് വെറും പെണ്ണായ അമ്മ. അതാണ് ഇസ്ലാം. കീഴൊതുങ്ങലാണ് ഇസ്ലാം, അടിമത്തമാണ് ഇസ്ലാം. അതാണ് ഈ മതത്തെ പേപ്പട്ടി മതമാക്കുന്നത്. ആ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ആരിഫ് ഹുസൈൻ, തിരുവോത്ത്, പേപ്പട്ടി മതൻ. ഞാൻ ഇതിനെ മറുപടി ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവനെ ഇത് കേൾക്കുമ്പം ഇവന്റെ ഒരു വിചാരം പേപ്പട്ടി മതം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എന്തോ അങ്ങ് വേദനിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. സത്യം അതൊരു പേപ്പട്ടി മതമായിരുന്നു. നീ അതിനകത്തുണ്ടായിരുന്നപ്പം, നീ ഇറങ്ങിപ്പോയപ്പം ആ മതം മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, പേപ്പട്ടി പോയിട്ടുമുണ്ട്. അല്ലടാ, നീ പേപ്പട്ടി മതം ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയതല്ലേ? നീ എന്താ നിന്റെ തന്തേന്നല്ലേ നോക്കാത്തെ? അവരോട് ഒറ്റയ്ക്കാണല്ലോ, ആരും ഇല്ലാണ്ട് നിന്റെ പെങ്ങള് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെന്താ നിൽക്കുന്നേ? ആ പേപ്പട്ടി മതത്തിൽ ജീവിക്കുകയല്ലേ നിന്റെ പെങ്ങള്? നിന്റെ അച്ഛനമ്മയെ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ പറയണ നോണയല്ലേടാ? നിന്റെ ഉമ്മായുടെ ചെലവിലാണ് നീ കുറെ കാലം ജീവിച്ചത് പോലും. അങ്ങനെ കുടുംബത്തിന് കൊള്ളാതെ വന്ന ഒരു വൃത്തികെട്ടവൻ നീ പുറത്തേക്ക് വന്നെങ്കിൽ അവർക്കെന്ത്? സത്യം പറഞ്ഞാൽ അവർ നിന്നെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ഈ പറഞ്ഞ പേപ്പട്ടി മതത്തിലുള്ള ആ സ്ത്രീയും ആ സ്ത്രീയുടെ മകളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. മകൾ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ പേപ്പട്ടി മതത്തിലുള്ള അമ്മ തന്നെയല്ലേ അത്? ഈ പേപ്പട്ടി മതത്തിലുള്ള മകൾ തന്നെയല്ലേ അത്? അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നീ ഈ ഒരു താലി കൊണ്ടുവരുന്നത് തെറ്റല്ലേടാ? കള്ളമല്ലേടാ? പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്ന സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി നീ ഈ ഇടുന്ന സാധനത്തിൽ ഒരു മണ്ണുമില്ല. വാസ്തവത്തിൽ സംഘികൾ പൊട്ടന്മാരാണ്. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ തൂക്കി തലയെ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഹാദിയയുടെ അമ്മയും അച്ഛനും ചെയ്തതിന്റെ പരിണിത ഫലമാണ് അവർ അനുഭവിക്കുന്നത്. ഒരേ ഒരു മകളെ ഉള്ളൂ. അവളുടെ ഇഷ്ടം ഇസ്ലാമിൽ ചേരാനാണെങ്കിൽ ചേർന്നോട്ടെ. അവരെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചില്ലല്ലോ. അമ്മയും അച്ഛനും എന്റെ മതത്തിൽ വരണമെന്ന് അവൾ പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. നീ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും ഈ വീഡിയോയിൽ ഷഫീന ഒരു വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം ചോദിച്ചു. വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ, എല്ലാവരും കാണണം ഫുള്ളായിട്ട്. കാരണം നമ്മൾ സാറിന് പറയത്തില്ലേ, ചിലവരുടെ ശില്പങ്ങൾ വേറൊരു ശില്പി അനുകരിച്ചാൽ പറ്റില്ല. ഇത് ഷഫീനയുടെ മാത്രം ഒരു ചാതുരിയിൽ ചെയ്തെടുത്തതാണ്. ഷഫീനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ പറയാനും ഈ യവനെ അങ്ങനെ പരിചയപ്പെടുത്താനും. നമുക്കത് പറ്റൂല. അതുകൊണ്ടാണ് ഞാനത് തന്നെ കേൾപ്പിച്ചത്. അവളിതിൽ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ സമൂഹത്തിൽ ഒരുപാട് നിരീശ്വരവാദികളുണ്ടായിരുന്നു, യുക്തിവാദികളുണ്ടായിരുന്നു, അത്തരം ആളുകളുണ്ടായിരുന്നു. അവർക്കെല്ലാം അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഉറക്കെ പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവരുടെ മക്കൾ ഈ യുക്തിവാദികളായ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏത് യുക്തിവാദികളായാലും, ഇടമറുകായാലും, പിന്നെ അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനായാലും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ
മിതവാദി കൃഷ്ണനെന്നോ മറ്റോ ഒക്കെ പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഡിസൈപ്പിളായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയും ഈ നിരീശ്വരവാദവും അല്ലെങ്കിൽ അത്തരം വാദങ്ങളും ഒക്കെ കൊണ്ടു നടക്കുമ്പോഴും അവർക്കെല്ലാം സമൂഹത്തിൽ അവകാശപ്പെടാനൊരു മേൽവിലാസം ഉണ്ടായിരുന്നു. അവരുടെ ഭാര്യ, അവരുടെ കുടുംബം, അവരുടെ സഹോദരങ്ങൾ ഒക്കെയൊക്കെ. എന്തിന്, നമ്മുടെ പാവാട ജബ്ബാറിന് പോലും പാവാട ജബ്ബാറിൻ്റെ ഭാര്യ, അനിയൻ, ജ്യേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് കാണാൻ വരുന്ന സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ ചില സംഗതികളെങ്കിലും ഉണ്ട്. യവൻ മാത്രമാണ് സത്യത്തിൽ ഈ യുക്തിവാദികളുടെ കൂട്ടത്തിൽ വെറും ഈ ഷെഫീനെ വിശേഷിപ്പിച്ച ആ ഗണത്തിൽ വരുന്ന ഒരു വസ്തുവായി പോയത്. കാരണം ഇവൻ്റെ മക്കളാരും ഈ ആരിഫാണ് എൻ്റെ വാപ്പ അല്ലെങ്കിൽ ആരിഫാണ് എൻ്റെ ഭർത്താവെന്ന് ഒരു ഭാര്യമാരും പറഞ്ഞ് രംഗത്ത് വരുന്നതേയില്ല. ആരിഫും എൻ്റെ ഉമ്മായും വാപ്പയും ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് രംഗത്ത് വരുന്നില്ല. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഷെഫീന പറഞ്ഞത് കേട്ടപ്പോൾ അതിര് വിട്ടു, അധിക പ്രസംഗം എന്നൊക്കെ തോന്നിയാലും ഒരു മേൽവിലാസവുമില്ലാതെ ഈ വെറുപ്പും വിദ്വേഷവും മാത്രം വിറ്റ് സംഘികളെ പറ്റിച്ച് സാമ്പത്തികവും പലരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഇങ്ങനെ ജീവിച്ചു പോരുന്നു എന്നതാണ് ശരി. ഏതായാലും ഈ പേപ്പട്ടിയെ ഇങ്ങനെ പറഞ്ഞ് നശിപ്പിച്ചതിന് ഷെഫീനയുടെ പേരിൽ കേസ് വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഷെഫീന, നിങ്ങൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. ഒരുപാട് തലേക്കെട്ടുകാരെക്കാളും ഒരുപാട് കച്ചവടക്കാരെക്കാളും ഒക്കെ ഈ മതബോധത്തിൻ്റെ ആഴങ്ങൾ അത്രമേലില്ലെങ്കിലും ചില മനുഷ്യർക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം.